അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ജോസെ മൊളീനിയും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റൂമറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്ന മുന്നേ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈക്കുകളാണ് ഏറ്റവും വിലയേറിയത്. കാരണം നിങ്ങളുടെ ലൈക്കുകളിലൂടെയാണ് മറ്റുള്ളവർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തുക എന്നുള്ള കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക. യെസ്, മാതൃഭൂമിയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിലൊക്കെ വന്നിട്ടുള്ളൊരു ന്യൂസാണ്. ജോസെ മൊളീനയ്ക്കായി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ആ ഒരു റൂമറിൽ പറയുന്നത്. സോ ജോസെ മൊളീനയെ പറ്റി നോക്കുകയാണെങ്കിൽ നിലവിൽ മോഹൻ ബഗാനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോച്ച് ഒരു ISL കിരീടവും ഒരു ISL ഷീൽഡ് അടക്കം നേടിയ സക്സസ്ഫുൾ കോച്ചുകളുടെ കൂട്ടത്തിലാണ് പറയാറുള്ളത്. സോ ജോസെ മൊളീനയെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ടൊരു ന്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ റിയാലിറ്റി എന്താണെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ റിയാലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോസെ മൊളീനയ്ക്ക് നിലവിൽ മോഹൻ ബഗാനുമായി ഒരു സീസൺ കോൺട്രാക്റ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിലൊരു ടേമായിരുന്നു അവരുടെ വിഷൻ ഒന്ന് ആലോചിക്കുക. മോഹൻ ബഗാൻ കൊടുത്ത ആ കോൺട്രാക്റ്റിൽ കൃത്യമായി പറയുന്നത് എന്താ വെച്ചാൽ ഷീൽഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി തന്നെ ജോസെ മൊളീനയുടെ കോൺട്രാക്റ്റ് ഒരു സീസണിലും കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അത് ഷീൽഡ് അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷനാണ് അവിടെ നടക്കുക. സോ അങ്ങനെയൊരു നിബന്ധനയാണ് ആ ഒരു കോൺട്രാക്റ്റിലുള്ളതെന്നും കൂടി നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. സോ ഒരു ഷീൽഡ് അടിച്ചാൽ മാത്രം, അതായത് മറ്റേത് ട്രോഫിയോ അല്ല, ഷീൽഡ് അടിച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ ഷീൽഡ് എന്ന് പറയുന്ന സാധനം അടിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജോസെ മൊളീന. സോ ജോസെ മൊളീനയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ജോസെ മൊളീന അത്ര സക്സസ് ആണെന്ന് വെച്ചാൽ ജോസെ മൊളീനയുടെ ടാക്ടിക്സ് വൈസിൽ ഈസ് എ ബാഡ് കോച്ച് തന്നെ പറയേണ്ടിയിരിക്കും. നമ്മുടെ ഇവാൻ ആശാനൊന്നും അതിൽ കമ്പയർ ചെയ്യുമ്പോഴൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ സക്സസ്ഫുൾ കോച്ച് എന്ന് കാരണം അദ്ദേഹത്തിന് കിട്ടിയ സ്ക്വാഡാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനെ ഒന്നും അദ്ദേഹത്തിന് സക്സസ് ആക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും സക്സസ് ആക്കുകയില്ല. ജോസെ മൊളീന വന്നാൽ തന്നെ എന്തായാലും ഇപ്പോൾ ജോസെ മൊളീനെ വിട്ടുകളഞ്ഞ് മോഹൻ ബഗാൻ തയ്യാറാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. മോഹൻ ബഗാനായിട്ട് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ്. സോ നമ്മുടെ ടാക്ടീക്സിന് ചേരണമല്ല, നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഫിലോസഫിക്ക് ചേരണമല്ല. ഒന്നാമത് നമ്മുടെ പ്ലേയേഴ്സ് ആവട്ടെ ഓവറായിട്ട് ഫിസിക്ക് കുറഞ്ഞ പ്ലേയേഴ്സാണ്. ഈ ഇന്ത്യൻ യുവതാരങ്ങളൊക്കെയാണ് അല്ലാതെ നാഷണലായിട്ട് അത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സൊന്നും അല്ല നമ്മുടെ ടീമിലുള്ളത്. സോ ജോസെ മൊളീനയ്ക്ക് തീർച്ചയായും നല്ല നല്ല കളിക്കാർ ആവശ്യം വരും. അതുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സക്സസ് ആവുന്ന ഒരു ഉറപ്പുമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സാണ്. എത്ര മികച്ചൊരു കോച്ച് വന്നാൽ കൂടി ഈ സക്സസ് ആവാത്തൊരു ക്ലബ്. ഇതിനേക്കാളും മികച്ചൊരു കോച്ചായിട്ട് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കോപ്പലാശാന ബെർബറ്റോവൊക്കൊപ്പം തട്ടിയ ആ സീസണിൽ. പക്ഷെ അത് നമ്മൾ അൾട്രാ ഫ്ലോപ്പായിരുന്നു എന്നാണ്. സോ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു കോൺട്രാക്റ്റ് മോഹൻ ബഗാൻ കോൺട്രാക്റ്റ് ഓൾറെഡി എക്സ്റ്റെൻഡഡ് ആണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല. അത് തന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്ത. അങ്ങനെ ടോക്ക് നടക്കുക എമാരി ഇനി മോഹൻ ബഗാനിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയൊരു തുക തന്നെ കൊടുക്കേണ്ടി വരും. സോ ആ തുകക്ക് വേണമെങ്കിൽ നമുക്കൊരു നല്ല വിദേശ പ്ലെയറിനെയും കൂടി വാങ്ങിക്കാം. സോ അതൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ഇത്രയുള്ള വീഡിയോ. ബൈ.